ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്ക് നമ്മുടെ 11th ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ സ്റ്റാർട്ട് ചെയ്യാം. ടെമ്പറേച്ചർ എന്താണ്, ഹീറ്റ് എന്താണ് നമുക്ക് നോക്കാം. ഒരു ഓബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ റിലേറ്റീവ് മെഷർ. ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊരു ഓബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചറാണ് നമ്മൾ പറയാറ്. ഓർ ഇൻഡിക്കേഷൻ ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ്. ഒരു വസ്തു എത്രത്തോളം ഹോട്ടാണ്, എത്രത്തോളം തണുത്തതാണ് എന്ന് കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷനാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആൻ ഓബ്ജക്റ്റ് ഹാസ് എ ഹയർ ടെമ്പറേച്ചർ ദാൻ അനദർ ഓബ്ജക്റ്റ് ഈസ് സെറ്റ് ടു ബി ഹോട്ടർ. ഒരു ഓബ്ജക്റ്റ് നമ്മൾ ഹോട്ടർ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കയ്യിലിരിക്കുന്ന ഒരു ഗ്ലാസ് ചായ, ഇത് വളരെ ചൂടാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ചായയുടെ ടെമ്പറേച്ചർ കൂടുതലാണ്. ലെവൽ ഓഫ് റാൻഡംനെസ് അവിടെ മോളിക്യൂൾസിന് കൂടുതലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെൽവിനാണ്. ഇത് കൂടാതെ മറ്റ് 2 യൂണിറ്റുകളുണ്ട്, ഡിഗ്രി സെൽഷ്യസ്, ഫെരൻഹീറ്റ്. ഇതൊക്കെ ടെമ്പറേച്ചർ അളക്കാനുള്ള യൂണിറ്റാണ്. ഇനി ഹീറ്റ് എന്താണെന്ന് നോക്കാം. ഹീറ്റ് എന്ന് പറയുന്നത് ധാരാളം എനർജി ഫോമുകൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അതുപോലുള്ളൊരു എനർജി ഫോമാണ് ഹീറ്റ്. ഈസ് എ ഫോം ഓഫ് എനർജി. എനർജി ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് മാറ്റാൻ പറ്റും, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ ഹീറ്റ് ക്യാൻ ആൾസോ ബി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ 2 സിസ്റ്റംസ്. ഒരു വസ്തുവിൽ നിന്ന് വേറൊരു വസ്തുവിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് കൺസിഡറിങ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ടെമ്പറേച്ചർ കൂടിയൊരു ഒബ്ജക്റ്റിൽ നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞൊരു ഒബ്ജക്റ്റിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊക്കം കൂടിയ സ്ഥലത്ത് നിന്ന് പൊക്കം കുറഞ്ഞ സ്ഥലത്തേക്ക് ലിക്വിഡ് നാച്ചുറലായിട്ട് ഒഴുകും എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഇനി SI യൂണിറ്റ് ഓഫ് ഹീറ്റ്, ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി എന്ന് പറഞ്ഞ പോലെ SI യൂണിറ്റ് ഓഫ് ഹീറ്റ് ജൂൾസ് ആണ്. ഇനി നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഉപകരണത്തെക്കുറിച്ചും അതിൻ്റെ യൂണിറ്റുകളെക്കുറിച്ചും നോക്കാം. എ മെഷർ ഓഫ് ടെമ്പറേച്ചർ ഈസ് ഒബ്റ്റൈൻഡ് യൂസിങ് തെർമോമീറ്റർ. തെർമോമീറ്റർ എന്നുള്ള ഉപകരണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാറ്. വേരിയേഷൻ ഓഫ് വോളിയം ഓഫ് എ ലിക്വിഡ് വിത്ത് ടെമ്പറേച്ചർ ഈസ് യൂസ്ഡ് ആസ് എ ബേസിസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പറേച്ചർ. സാധാരണ ലിക്വിഡ് ഇൻ ഗ്ലാസ് എന്ന രീതിയിലുള്ള തെർമോമീറ്റേഴ്സിനകത്ത് ഉപയോഗിക്കുന്ന ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിക്വിഡിൻ്റെ വോളിയം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൂടും. മെർക്കുറിയൊക്കെ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് ഉപയോഗിക്കാറ്? മെർക്കുറിയും ആൽക്കഹോളൊക്കെ ഫില്ല് ചെയ്ത ചെറിയ നാരോ ട്യൂബുകൾ, ഗ്ലാസ് ട്യൂബുകളാണ് മെർക്കുറി തെർമോമീറ്റർ, ആൽക്കഹോൾ തെർമോമീറ്ററിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ 3 സ്കെയിലുകളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ടെമ്പറേച്ചർ അളക്കാനുള്ള 3 സ്കെയിലുകൾ ഏതൊക്കെയാണ്? കെൽവിൻ സ്കെയിൽ, ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്. ഇപ്പോൾ ഇവിടെ ഐസ് പോയിൻ്റ് ഒക്കെ പറയും. ഐസ് പോയിൻ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് തന്നെ കെൽവിനിൽ പറഞ്ഞാൽ 273.1K കെൽവിനാണ്. ഫാരൻഹീറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ 32 ഡിഗ്രി ഫാരൻഹീറ്റാണ്. ഇനി മറ്റൊരു പരിചയമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആണ് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ. അതിന് സ്റ്റീം പോയിൻ്റ് എന്നും പറയും. അത് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമുക്കറിയാമല്ലോ. അത് തന്നെ കെൽവിനിൽ പറഞ്ഞാൽ 373.15 കെൽവിനാണ്. ഫാരൻഹീറ്റിൽ പറഞ്ഞാൽ 212 ഫാരൻഹീറ്റാണ്. ഇനി മനുഷ്യന് ചെന്നെത്താവുന്ന ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചറിനാണ് നമ്മൾ അബ്സല്യൂട്ട് 0 എന്ന് പറയപ്പെടുന്നത്. അത് കെൽവിൻ പറഞ്ഞു കഴിഞ്ഞാൽ 0 കെൽവിനാണ്. ഡിഗ്രി സെൽഷ്യസിൽ പറഞ്ഞാൽ -273.15 ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹീറ്റിൽ പറഞ്ഞാൽ -459.69 ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസും കെൽവിൻ സ്കെയിലും ഒരു സിമിലാരിറ്റി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഐസ് പോയിൻറ്റും സ്റ്റീം പോയിൻറ്റും അതിനിടയ്ക്കുള്ള ആ സബ് ഡിവിഷൻസ് 100 ആണ്. 100 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഐസ് പോയിൻറ്റും സ്റ്റീം പോയിൻറ്റും എന്ന 2 ടെമ്പറേച്ചറിലെ ഫാരൻഹീറ്റ് സ്കെയിലാകട്ടെ 180 ഈക്വൽ ഇൻ്റർവൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനിടയ്ക്കുള്ള ഒരു ഡിവിഷനെയാണ് അവർ 1 ഫാരൻഹീറ്റ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ നമ്മളൊരു ഗ്രാഫിക്കലായിട്ട് നോക്കാം. നമുക്ക് ടെമ്പറേച്ചറിന് ഡിഗ്രി സെൽഷ്യസിനെ X ആക്സിസിലും ടെമ്പറേച്ചറിന് ഫാരൻഹീറ്റിനെ Y ആക്സിസിലും പ്ലോട്ട് ചെയ്താൽ വി ആർ ഗോയിങ് ടു ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. നോക്കുക, ഈ ലൈനിൽ 2 പോയിന്റുകൾ നോക്കാം. ഈ ലൈൻ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് നോക്കുക. അത് ഫാരൻഹീറ്റിൽ 32 ഫാരൻഹീറ്റാണ്. സെൽഷ്യസിൽ പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ സ്റ്റീം പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് സ്റ്റീം പോയിന്റ്. അതിവിടെ നോക്കിക്കഴിഞ്ഞാൽ 212 ഫാരൻഹീറ്റാണ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഫാരൻഹീറ്റിനെയും ഡിഗ്രി സെൽഷ്യസിനെയും കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണത്. ഉദാഹരണത്തിന് നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ അറിയാമെന്ന് നോക്കാം. ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ അറിയാം. അത് നമുക്ക് TC എന്ന്
റെപ്രസെൻ്റ് ചെയ്യുക. എങ്കിൽ അതേ ടെമ്പറേച്ചറിനെ ഫാരൻഹീറ്റിൽ എത്രയായിരിക്കും അത് കാണാനായിട്ട് ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. സോ TF, that is temperature in Fahrenheit minus 32 divided by 180 equal to TC by 100. അതുപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസും SI ഉണ്ടായിട്ടുള്ള കെൽവിൻ അബ്സല്യൂട്ട് സ്കെയിൽ, ആ കെൽവിനും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഈ കാണുന്നത്. ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ T ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15. ഇനി നമുക്ക് രണ്ട് ഗ്യാസ് നിയമങ്ങൾ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് ഗ്യാസ് നിയമങ്ങൾ നോക്കാം. ബോയിൽസ് ലോ എന്താണെന്ന് നോക്കാം. അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ പ്രഷർ ഓഫ് എ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മാറാതിരിക്കുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രഷർ ഓഫ് എ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ്, ഒരു നിശ്ചിത അളവ് ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം, ആ ഗ്യാസിൻ്റെ വോളിയത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ബലൂൺ എടുക്കുക, ഈ ബലൂണിൽ എയർ നിറച്ചതിന് ശേഷം അത് കെട്ടി വെക്കുക. അപ്പോൾ അതിനകത്തൊരു നിശ്ചിത ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസിലേ ഉണ്ടാവുള്ളൂ, ആ ഗ്യാസിന് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അതാണ് എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ്. അപ്പോൾ അതിന് നമ്മൾ ഒന്ന് സ്ക്യൂസ് ചെയ്യുക, കൈ കൊണ്ട് ചുറ്റുപാടുന്നൊന്ന് സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും? അതിൻ്റെ വോളിയം അല്പം വോളിയം കുറയും. പക്ഷേ ആ ബലൂണിനകത്ത് എയറിൻ്റെ പ്രഷർ കൂടില്ലേ? പ്രഷർ കൂടും അല്ലേ? അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. സോ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അപ്പോൾ P പ്രൊപ്പോർഷണൽ ടു 1/V അഥവാ P ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/V. സോ PV ഈക്വൽ ടു ദാറ്റ് കോൺസ്റ്റൻറ്റ്. സോ അതാണ് നമുക്ക് ബോയിൽസ് ലോവിൻ്റെ ഇക്വേഷൻ ഫോം. ഇനി നമുക്ക് ചാൾസ് ലോ എന്താണെന്ന് നോക്കാം. ചാൾസ് ലോയിൽ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇതുപോലെ തന്നെ സെർട്ടൺ എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് എടുക്കുക, അതിൻ്റെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കട്ടെ. ഇവിടെ വോളിയം നമ്മൾ മാറ്റുന്ന വോളിയവും അതുപോലെ ടെമ്പറേച്ചറുമായിട്ടുള്ള പ്രൊപ്പോർഷണാലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് വോളിയം ഓഫ് എ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ ബലൂണിൻ്റെ കേസിന് എടുക്കാം. ആ ഒരു ബലൂൺ ഇതുപോലെ കുറച്ച് എയർ നിറച്ച് അതിങ്ങനെ കെട്ടി വെച്ചിരിക്കണം. അപ്പോൾ അതിനകത്ത് സെർട്ടൺ വോളിയം ഉണ്ട്, സെർട്ടൺ പ്രഷർ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ ബലൂണിനെ നമുക്ക് ഈ വെയിലത്തേക്ക് ഇടാം. നല്ല വെയിലുള്ള സമയത്താണ് വെയിലത്തേക്ക് ഇടാൻ നോക്കാം. അപ്പോൾ പാർഷ്യലായിട്ട് നിറഞ്ഞിരിക്കുന്ന ആ ബലൂണാണ്. എന്തായിരിക്കും പറ്റുക? ബലൂൺ വെയിൽ കൊണ്ട് ചൂടായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വലുതാവും അല്ലേ? ആദ്യം ഒന്ന് വലുതാവും, അത് എക്സ്പാൻഡ് ചെയ്യും ചൂടുണ്ടാക്കില്ലേ. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. വെയിൽ കൊണ്ടപ്പോൾ ടെമ്പറേച്ചർ അതിൻ്റെ ഗ്യാസിന് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് കൂടുതൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി, അതിനിരിക്കാൻ കൂടുതൽ സ്ഥലം വേണം. സോ വോളിയം ഇൻക്രീസ് നമുക്ക് കാണാൻ പറ്റും. ബലൂണൊന്ന് അല്പം വലുതാകുന്നുണ്ട് അല്ലേ? സോ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അപ്പോൾ അവിടെ റബ്ബറാണ് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ നമുക്ക് മെയിൻ വിചാരിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. വോളിയം ഓഫ് എ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പോൾ അതിനൊക്കെ V പ്രൊപ്പോർഷണൽ ടു T എന്ന് എഴുതാം. V ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു T. സോ V/T ഈക്വൽ ടു ദാറ്റ് കോൺസ്റ്റൻറ്റ്. സോ V/T ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ് ചാൾസ് ലോനെ കാണിക്കുന്ന ഇക്വേഷൻ. അതുപോലെ PV ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ് ബോയിൽസ് ലോനെ കാണിക്കുന്ന ഇക്വേഷൻ.